ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? പണികളൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നോ? പുതിയ പുതിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുമായിരിക്കും അല്ലേ? എനിക്കിവിടെ കപ്പയും മീനും അടയും സാമ്പാറുമാണേ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ കഴിക്കാം. മിനിച്ചേട്ടന് അട വേണം കഴിക്കണമെങ്കിൽ, അതുകൊണ്ട് അട ഉണ്ടാക്കുന്നതെന്നും എല്ലാ ദിവസവും ഞാൻ അട ഉണ്ടാക്കും. എന്നെ കാപ്പിയാണേലും ഇതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേനും അപ്പു കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ. ഇതൊക്കെ തീർന്നായിരുന്നു. വെളുത്തുള്ളി ആണെങ്കിലും ഈ പ്രാവശ്യം ചെറിയ വെളുത്തുള്ളിയാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ വെളുത്തുള്ളി ആയിരുന്നുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ പരിപാടികളും എല്ലാം കഴിഞ്ഞ് പെറുക്കിയിരിക്കുന്നു. കിഴങ്ങാണേലും തീർന്നായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും തീരുന്ന മേടിക്കുക, ഒരുമിച്ച് മേടിച്ച് വയ്ക്കുമൊന്നും അല്ലേ. തേങ്ങയൊക്കെ ആണെങ്കിലും കുറേശ്ശെ ഒക്കുന്ന പോലെയൊക്കെ മേടിച്ചുകൊണ്ട് വരും കടയിൽ നിന്ന്. അപ്പോൾ കൊച്ചു പോയി മേടിച്ചുകൊണ്ടും വരും. അങ്ങനെയൊക്കെ ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇന്ന് ഞാനൊരു അച്ചാർ ഉണ്ടാക്കുവാണേ. അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയും വേണ്ട, നമ്മൾ ഗ്യാസൊന്നും കത്തിക്കണ്ട. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും പിന്നെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കും നല്ല എളുപ്പമാണ്. പിന്നെ ഒരുപാട് സ്വന്തമായിട്ട് മാവുണ്ടായിട്ട് ഒരുപാട് മാങ്ങയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആണെങ്കിലും കളയാതെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമേ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ജോലിഭാരവും ഇല്ല. ഇപ്പം ഒത്തിരി ഉള്ളവരൊക്കെ ഈ മാങ്ങ ഇതുപോലെ അരിയണ്ട കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം മാങ്ങായ. എന്നിട്ട് എണ്ണ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് തൊടിക്കേ വേണ്ട. പിന്നെ ഞാനിത് കുറച്ച് 1-2 മാങ്ങ ഉണ്ടാക്കത്തുള്ളൂ. അതിനാന്ന് വെച്ചാൽ ഈ പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഈ വെച്ചിരുന്ന് കഴിക്കാൻ കൊള്ളത്തില്ലല്ലോ. അപ്പം അത് പെട്ടെന്ന് തീരുന്ന പോലെയൊക്കെയാണ് ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം ഇച്ചിരി. പിന്നെ വെറുതെ ഒരു 2-3 സ്പൂൺ കടുക്, ചുമ്മാ പച്ചക്കടുക്. പിന്നെ ഉപ്പിടാൻ എനിക്ക് പേടിയാണ്. ഈ പ്രഷറൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് പേടിയാണ് ഉപ്പിടാൻ. ഞാൻ എന്നിട്ട് എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇടും. പിന്നെ അച്ചാർപൊടി ഇട്ടത് കൊണ്ട് നമുക്ക് കായം ഇടണ്ട. ഇനി ഇത് ഈ പാത്രത്തിലോട്ട് ഈ മാങ്ങയ്ക്കകത്തോട്ട് ചുമ്മാ അങ്ങ് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒട്ടും പറ്റിക്കാതെ ശ്രദ്ധിക്കണം. നല്ലപോലെ തൂത്ത് തുടച്ചൊക്കെ വേണം ഇത് കൈകാര്യം ചെയ്യാനും. എന്നിട്ട് ഏത് ഭരണിയിലാണോ ഇടുന്നത് ആ ഭരണി നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് വാരി ഇടണം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇങ്ങനെ ചെയ്തില്ല. ഞാൻ ഈ അരിഞ്ഞ വഴി ഈ ഭരണിയിലോട്ട് ഇട്ടിട്ട് ഈ ഭരണിക്കകത്തോട്ട് അച്ചാറെല്ലാം കൂടെ ഈ പൊടിയെല്ലാം കൂടെ ഇട്ടിട്ട് കുലുക്കി അങ്ങ് വയ്ക്കും. ഇപ്പം ഞാൻ ഇന്നലെ മാങ്ങയെല്ലാം തുടച്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ പഴയ അച്ചാറെല്ലാം തീർന്നു, ഇത് പുതിയത് കയറ്റി വെക്കണമെന്ന്. ഇപ്പോൾ ഇതുപോലെ ഇട്ട അച്ചാർ ഇവിടെ ഇരിപ്പുണ്ടേ. ശരിക്കും കടുകിൻ്റെ കളറ് ബ്ലാക്ക് അല്ലേ. ഇപ്പോൾ ഇട്ട അച്ചാർ ഞാൻ കാണിക്കാവേ. അപ്പോൾ ഒരു 2 ആഴ്ച ആകാറാവുന്നു അതെടുത്ത് വെച്ചിട്ട്. നന്ദക്കുട്ടൻ്റെ അവൽ തീരാറായി നമ്മൾ കഴിഞ്ഞ ദിവസം കയറ്റി വെച്ചത്. പിന്നെ ആ അച്ചാറിൻ്റെ അകത്ത് ഞാൻ കടുക് കാണിച്ചു തരാവേ. അതൊരു റെഡ് കളറാവും, ഭയങ്കര ടേസ്റ്റാണ് കളർ കടുകിന്. എന്നിട്ട് അപ്പമൊക്കെ ആണെങ്കിൽ ആ കടുക് തന്നെ പെറുക്കി തിന്നുവേ നമ്മളൊക്കെ അച്ചാർ എടുക്കുമ്പോഴേ. കണ്ടോ, ഇപ്പം എൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തല്ല. ആ മാങ്ങയുടെ വെള്ളവും ആ ഉപ്പിൻ്റെ ഇതും എല്ലാം കൂടെ ഇച്ചിരി ഉപ്പ് ഇടാവുള്ളൂ കേട്ടോ. എനിക്ക് അവനവൻ്റെ ഇഷ്ടം പോലെ. കടുകിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ഒരുമാതിരി റെഡ് കളറാവും, ഭയങ്കര ടേസ്റ്റാണ് അതിന്. ഇതിൻ്റെ അകത്ത് എണ്ണയും വേണ്ട, ഒന്നും ചേർക്കണ്ട. നമ്മളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളേ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യണേ. കമൻറ്റൊക്കെ ഇതിനൊക്കെ റിപ്ലൈ ആക്കി ഇടുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.